അധ്യായം 28. എഫ്രൈമിലെ മദ്യപന്മാരുടെ ഡംഭകിരീടത്തിനും വീഞ്ഞുകുടിച്ച് ലഹരി പിടിച്ചവരുടെ ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരത്തിനും അയ്യോ കഷ്ടം. ഇതാ, ശക്തിയും ബലവുമുള്ള ഒരുത്തൻ കർത്താവിങ്കിൽ നിന്ന് വരുന്നു. തകർത്ത കൊടുങ്കാറ്റോടുകൂടിയ കൽമഴ പോലെയും കവിഞ്ഞൊഴുകുന്ന മഹാജലപ്രഭാവം പോലെയും അവൻ അവരെ വെറും കൈ കൊണ്ട് നിലത്ത് തള്ളിയിടും. എഫ്രൈമിലെ മദ്യപന്മാരുടെ ഡംഭകിരീടം അവൻ കാൽകൊണ്ട് ചവിട്ടിക്കളയും. ഫലവത്തായ താഴ്വരയിലെ കുന്നിന്മേൽ വാടിപ്പോകുന്ന പുഷ്പമായ അവന്റെ ഭംഗിയുള്ള അലങ്കാരം ഫലശേഖരകാലത്തിനു മുമ്പേ പഴുത്തതും കാണുന്നവൻ ഉടനെ പറിച്ച് തിന്നുകളയുന്നതുമായ അത്തിപ്പഴം പോലെയിരിക്കും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവ തന്റെ ജനത്തിന്റെ ശേഷിപ്പിന് മഹത്വമുള്ള ഒരു കിരീടവും ഭംഗിയുള്ള ഒരു മുടിയും, ന്യായവിസ്താരം കഴിപ്പാൻ ഇരിക്കുന്നവന് ന്യായത്തിന്റെ ആത്മാവും, പട്ടണവാതിൽക്കൽ വെച്ച് പടയെ മടക്കിക്കളയുന്നവർക്ക് വീര്യപരവുമായിരിക്കും. എന്നാൽ ഇവരും വീഞ്ഞു കുടിച്ച് ചാഞ്ചാടുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. പുരോഹിതനും പ്രവാചകനും മദ്യപാനം ചെയ്ത് ചാഞ്ചാടുകയും വീഞ്ഞു കുടിച്ച് മത്തരാകുകയും മദ്യപിച്ച് ആടി നടക്കുകയും ചെയ്യുന്നു. അവർ ദർശനത്തിൽ പിഴച്ച് ന്യായവിധിയിൽ തെറ്റിപ്പോകുന്നു. മേശകളൊക്കെയും ഛർദിയും അഴുക്കും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലവും ശേഷിപ്പില്ല. ആർക്കാകുന്നു ഇവൻ പരിജ്ഞാനം ഉപദേശിപ്പാൻ പോകുന്നത്? ആരെയാകുന്നു അവൻ പ്രസംഗം ഗ്രഹിപ്പിക്കാൻ പോകുന്നത്? പാലുകുടി മാറിയവരെയോ മുലകുടി വിട്ടവരെയോ? ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നവർ പറയുന്നു. അതെ, വിക്കി വിക്കി പറയുന്ന അതരങ്ങളാലും അന്യഭാഷയിലും അവൻ ഈ ജനത്തോട് സംസാരിക്കും. ഇതാകുന്നു സ്വസ്ഥത, ക്ഷീണിച്ചിരിക്കുന്നവന് സ്വസ്ഥത കൊടുപ്പി. ഇതാകുന്നു വിശ്രാമമെന്ന് അവൻ അവരോട് അരുളി ചെയ്തുവെങ്കിലും കേൾപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു. ആകയാൽ അവർ ചെന്ന് പിറകോട്ട് വീണു, തകർന്ന് കുടുക്കിലകപ്പെട്ടു. പിടിപെടേണ്ടതിന് യഹോവയുടെ വചനം അവർക്ക് ചട്ടത്തിന്മേൽ ചട്ടം, ചട്ടത്തിന്മേൽ ചട്ടം, സൂത്രത്തിന്മേൽ സൂത്രം, സൂത്രത്തിന്മേൽ സൂത്രം, ഇവിടെ അല്പം അവിടെ അല്പം എന്നായിരിക്കും. അതുകൊണ്ട് യെരൂശലേമിലെ ജനത്തിന്റെ അധിപതികളായ പരിഹാസികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഞങ്ങൾ മരണത്തോട് സഖ്യവും പാതാളത്തോട് ഉടമ്പടിയും ചെയ്തിരിക്കുന്നു. പ്രവഹിക്കുന്ന ബാധയെ ആക്രമിക്കുമ്പോൾ അത് ഞങ്ങളോട് അടുത്തു വരികയില്ല. ഞങ്ങൾ ഭോഷ്കിനെ ശരണമാക്കി വ്യാജത്തിൽ ഒളിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇതാ, ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലുമായി ഒരു അടിസ്ഥാനക്കല്ലിട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. ഞാൻ ന്യായത്തെ അളവ് ചരടും നീതിയെ തൂക്കുകട്ടയും ആക്കി വയ്ക്കും. കൽമഴ വ്യാജശരണത്തെ നീക്കിക്കളയും. വെള്ളം ഒളിപ്പിടത്തെ ഒഴുക്കിക്കൊണ്ടുപോകും. മരണത്തോടുള്ള നിങ്ങളുടെ സഖ്യം ദുർബലമാകും. പാതാളത്തോടുള്ള നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുകയില്ല. പ്രഭവിക്കുന്ന ബാധ ആക്രമിക്കുമ്പോൾ നിങ്ങൾ തകർന്നു പോകും. അത് ആക്രമിക്കുമ്പോഴൊക്കെയും നിങ്ങളെ പിടിക്കും. രാവിലെ തോറും രാവും പകലും ആക്രമിക്കും. അതിന്റെ ശ്രുതി കേൾക്കുന്ന മാത്രയ്ക്ക് നടുക്കമുണ്ടാകും. കിടക്ക ഒരുത്തിന് നിവർന്നു കിടപ്പാൻ നീളം പോരാത്തതും പുതപ്പ് പുതപ്പാൻ വീതി പോരാത്തതുമാണ്. യഹോവ തന്റെ പ്രവൃത്തിയെ, തന്റെ ആശ്ചര്യ പ്രവൃത്തിയെ തന്നെ ചെയ്യേണ്ടതിനും തന്റെ ക്രിയയെ, തന്റെ അപൂർവക്രിയയെ തന്നെ നടത്തേണ്ടതിനും പരാസി മലയിലെന്ന പോലെ എഴുന്നേൽക്കുകയും ഗിബെയോൻ താഴ്വരയിലെന്ന പോലെ കൊപിക്കുകയും ചെയ്യും. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതെ ഇരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളായിരിക്കരുത്. സർവഭൂമിയിലും വരുവാൻ നിർണയിച്ചിട്ടുള്ള ഒരു സംഹാരത്തെക്കുറിച്ച് ഞാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിൽ നിന്ന് കേട്ടിരിക്കുന്നു. ചെവി തന്ന് എന്റെ വാക്ക് കേൾപ്പി, ശ്രദ്ധ വെച്ച് എന്റെ വചനം കേൾപ്പി. വിതപ്പാൻ ഉഴുന്നവൻ ഇടവിടാതെ ഉഴുതുകൊണ്ടിരിക്കുന്നുവോ? അവൻ എല്ലായ്പ്പോഴും നിലം കീറി കട്ട വെച്ചുകൊണ്ടിരിക്കുന്നുവോ? നിലം നിരപ്പാക്കി അവൻ കരിഞ്ജീരകം വിതയ്ക്കുകയും ജീരകം വിതറുകയും കോതമ്പ് ഉഴവുപുളിയിലും യവം അതിനുള്ള സ്ഥലത്തും ചെറുകോതമ്പ് അതിന്റെ അറ്റത്തും ഇടുകയും ചെയ്യുന്നില്ലയോ? അങ്ങനെ അവന്റെ ദൈവം വനേതാക്രമം ഉപദേശിച്ച് പഠിപ്പിച്ചിരിക്കുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടികൊണ്ടും
ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുക എത്രേ ചെയ്യുന്നു. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലയോ? അവൻ അതിനെ ചതച്ചു കളയുകയില്ല. അതും സൈന്യങ്ങളുടെ യഹോവയിൽ നിന്ന് വരുന്നു. അവൻ ആലോചനയിൽ അതിശയവും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടതയും ഉള്ളവനാണ്.